ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണ് നീ. അവന്മാരെ വിട്, നിങ്ങൾ പാടുന്നതാണ് കേട്ടാ. അല്ല, മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ എന്ത് ബുദ്ധിമുട്ട്? എത്ര നല്ല ശബ്ദമാണ് കേട്ടെന്നറിയോ? ഓ സത്യമായിട്ട്. ഓ അഗസ്ത്യൻ, ഒന്നുകൂടി ഒന്ന് ശരിയാവാൻ 2-3 ദിവസം അടുപ്പിച്ച് പാടിയാൽ മതി, ശരിയായിക്കോളും. അതെ. ഓ ആ പാട്ടെങ്ങനെയാ? പാടിയാട്ടെ. ആരെയും പാട്ടെ. ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണ് നീ. ഒരു കലാകാരനെ ഇവന്മാര് വളരാൻ വിടില്ലല്ലോ. നീയല്ലേ പാട്ടാരെ? നീ പാടി, ഞാൻ പിന്നെ പാടാം. അത് കറക്റ്റ്. അല്ല, നിന്നോട് ഇരിക്കാൻ പറഞ്ഞിട്ട് നീ എന്താ ഓടിപ്പോന്നത്? അതിന് ശ്രീധരന്റെ അച്ഛൻ തീരെ ശരിയല്ല. നീ ഒറ്റ വീക്കാൻ വെച്ചരും. എന്റെ അച്ഛന് പറയും. ഇരിക്കുന്നു. വേണ്ട വേണ്ട. അല്ല, നമ്മളിങ്ങനെ ഇരുന്നാ മതി. വാർഷികത്തിന് നാടകം നോക്കണ്ടേ? കരി പിടിച്ചാത്മാവിനെ ക്ഷയരോഗി ശ്രീരട്ടൻ ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ക്ഷയരോഗിയും കുഷ്ഠരോഗിയും കുറെ ആയില്ലേടോ. ജോസ് പരുത്തിക്കാരന്റെ അന്തി വിളിച്ചു വന്നൊരു നാടകമുണ്ട്. ഹീറോ ഒരു കോളേജ് സ്റ്റുഡന്റാ. നമുക്ക് വേണമെങ്കിൽ അത് നോക്കാം. എന്തല്ലേ? കോളേജ് സ്റ്റുഡന്റ് ശ്രീധരനായിരിക്കും. അത് പിന്നെ നിങ്ങൾ ആരും കൂടെ നിർബന്ധിക്കാതെ ഞാൻ ആ റോള് കൈകാര്യം ചെയ്യാം. മൂപ്പയുടെ ഒരു പൂതി കണ്ടില്ലേ? കോളേജ് സ്റ്റുഡന്റ്. പൂതിയൊന്നുമല്ല, സൗകര്യം ഉണ്ടെങ്കിൽ മതി. വാർഷികത്തിന് കാശ് പിടിക്കാൻ ഞാൻ തന്നെ ഇറങ്ങിത്തിരിക്കണല്ലോ അല്ലേ? അത് വേറെ. അപ്പൊ പിന്നെ സ്കൂൾ സ്റ്റുഡന്റ് ആയാലും ശ്രീരേട്ടൻ തന്നെ റോൾ അഭിനയിച്ചാൽ മതി. നമുക്ക് സ്വയമായിട്ടൊരു ഭാഗത്ത് ഇരിക്കാലോ. ഊരാതെ. അല്ല ശ്രീരേട്ടൻ, നമ്മുടെ നാരായണേട്ടൻ തർക്കമില്ലാതെ പാടുന്നുണ്ട് കേട്ടാ. നാരായണൻ ഇനി പാടിയ ഇവിടെ കൊല നടക്കും. ഇന്നലെ രാത്രി എത്ര മണിക്കാ നീ വന്നു? 12 കാണും. അതുവരെ എവിടെ ആയിരുന്നു? വർക്കിംഗ് കമ്മിറ്റി മീറ്റിംഗ് ഉണ്ടായിരുന്നു. എന്ത് വർക്ക്? ആരുടെ വർക്ക്? പഠിക്കലാണോ മീറ്റിംഗുകളിലാണോ നിന്റെ വർക്ക്? എടാ, നിന്നോടാ ചോദിച്ചത്. ഞങ്ങൾ അസ്വസ്ഥരാണ്. ഈ വ്യവസ്ഥിതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഞങ്ങളോ? അതെ, പുതിയ തലമുറ, ചിന്തിക്കുന്ന തലമുറ. ഹുമയൂണിന്റെ ഭരണപരിഷ്കാരങ്ങളോ ക്വീൻസാങ്ങിന്റെ യാത്രാവിവരണങ്ങളോ മനപ്പാടമാക്കിയിട്ട് ഒരു കാര്യമില്ല. പരീക്ഷാ പേപ്പറും മാർക്കിലും ഒക്കെ നിർത്തിയിട്ട് ഐക്യു നോക്കട്ടെ. ഐക്യോ? വലിയ ഒന്നും മനസ്സിലാവില്ല. നല്ല 2 അടി കൊടുക്ക്. നാക്കെടുത്ത അധിക പ്രസംഗേ പറയൂ. ഈ ചെക്കന്റെ കാര്യം ഓർത്ത് ഒരു സമാധാനം ഇല്ല. വായിക്കാതെയും പഠിക്കാതെയും തെണ്ടിത്തിരിഞ്ഞ് നടക്കുക. അങ്ങനെ വല്ല കുഴപ്പമൊന്നുമില്ലമ്മേ. ഞാൻ വെറുതെ ഒന്ന് പേടിപ്പിച്ചതേ ഉള്ളൂ. ഇവനെ പോലെ തെണ്ടിത്തിരിഞ്ഞ് നടന്നവരാ നമ്മുടെ നാട്ടിലെ പല മന്ത്രിമാരും MLA മാരും ഒക്കെ. നമ്മുടെ തലവാട്ടിൽ ഒരു മന്ത്രി ഇരിക്കട്ടെ. ശ്രീധര, ഒരു ടൂറിസ്റ്റ് ബസ് കിട്ടുമെന്ന് നോക്കുക ഒരാഴ്ചത്തേക്ക്. ഞങ്ങൾ കമ്മിറ്റിക്കാരെല്ലാം കൂടെ കൂടി ഒരു യാത്ര പുറപ്പെടാൻ തീരുമാനിച്ചിരിക്കുക. മധുര മീനാക്ഷി, ഗോകർണം, കന്യാകുമാരി. ഒരു യാത്ര കഴിഞ്ഞ് വന്നിട്ട് 3 മാസമല്ലേ ആയുള്ളൂ. ദൈവസന്നിധിയിൽ എത്ര വട്ടം പോയാലാ കൊതി തീരുക ഭാനു. തീവണ്ടി യാത്ര വളരെ ദുഷ്കര. പരിചയക്കാരിൽ ആരെങ്കിലും ഒരു ബസ് കിട്ടുമെന്ന് നോക്കുക. ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ഇത്തവണ തിരുപ്പതി പോയിട്ട് തല മുണ്ടനം ചെയ്യണമെന്ന് തീരുമാനിച്ചിരിക്കുക. ഈ തലയിൽ ഇനി എന്തുകൊണ്ട് മുണ്ടനം ചെയ്യാൻ? പുരോഗമനം വല്ലതും ഉണ്ടോ പക്ഷേ? കുഴപ്പം വരില്ലാന്ന് തോന്നുന്നു. അങ്ങനെ കുഴപ്പം വരില്ലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മണിയമ്പത്ത് തറവാട്ടുകാര് ഒരു മത്സരത്തിലും തോക്കാൻ പാടില്ല. 1ാം സമ്മാനം വാങ്ങിച്ചു മുതലേ നിന്നെ തൊലി ഞാൻ ഉലിയും. എന്നാടി യൂത്ത് ഫെസ്റ്റിവല്? വെള്ളിയാഴ്ച. അപ്പൊ പിന്നെ ആരും ദിവസമില്ല. പക്ഷേ പാട്ടിന് മാർക്കിടാൻ വരുന്നവരെ ആരെങ്കിലും സ്വാധീനിക്കാൻ പറ്റുമെങ്കിലേ അങ്ങനെ ചെയ്തോളൂ. അതൊക്കെ മോശമല്ലേ? എന്ത് മോശം? സമ്മാനം കിട്ടാനല്ലേ നമ്മൾ മത്സരിക്കുന്നേ. ഇപ്പൊ സ്കൂള്, പിന്നെ ജില്ല, അത് കഴിഞ്ഞ സംസ്ഥാനം. മണിയമ്പത്ത് തറവാട്ടിൽ ഒരു പെൺകുട്ടിക്ക് പാട്ടിൽ 1ാം സമ്മാനം കിട്ടുക, അവളുടെ ഒരു ഫോട്ടോ പത്രത്തിൽ അടിച്ചു വരിക, അതൊക്കെ തറവാട്ടിനൊരു അന്തസ്സല്ലേ മാഷേ? നമുക്ക് ശ്രമിച്ചു നോക്കാം. മാർക്കിടുന്ന ആരാന്ന് അന്വേഷിക്കും. നമുക്ക് അവരെ സ്വാധീനിക്കാം. ഇതൊക്കെ എല്ലാരും ചെയ്യുന്നല്ലേ മാഷേ? നടക്കട്ടെ. അച്ഛനവിടെ ചൂടായിട്ട് വണ്ടി പിന്നെ തകരാറായി. അതെങ്ങനാ? നിന്റെ അച്ഛനെ ക്ലച്ച് വിട്ടാനും അറിയില്ല, ഗിയർ ചെയ്യാനും അറിയില്ല. പിന്നെ എങ്ങനെ വണ്ടി കുഴപ്പമായിരിക്കാം?
തനിയെ റിപ്പയറിംഗ് തുടങ്ങിയോ? പാവപ്പെട്ട വിറ്റർമാരെ വഴിയാതാരാക്കല്ലേ എന്റെ സാറേ. ശ്രീധരന്റെ വർക്ക്ഷോപ്പിൽ വന്നാല് വണ്ടി കണ്ടീഷൻ ആക്കുന്നല്ലേ പറഞ്ഞത്? ആ കണ്ടീഷനായി, ഭയങ്കര കണ്ടീഷനായിട്ടുണ്ട്. തന്റെ ഒടുക്കത്തെ ടെസ്റ്റ് കഴിഞ്ഞ് പോരുന്ന വഴിക്ക് ബ്രേക്ക് പോയി, ഓയിൽ പൈപ്പ് കൂട്ടിയിട്ടുണ്ടാവും, ഗിയർ സ്ലിപ്പാവാനും തുടങ്ങിയിട്ടുണ്ട്. പല്ല് തേഞ്ഞിട്ടുണ്ടാവും. എനിക്കതിന്റെ കാരണമൊന്നും അറിയണ്ട. ഇന്നലത്തെ തന്റെ മുടിഞ്ഞ ടെസ്റ്റ് എടുപ്പോണ്ടാ വണ്ടി ഈ ഗതിയായത്. ടെസ്റ്റ് എടുപ്പനെ കുറ്റമൊന്നും പറയണ്ട. നാട്ടിലില്ലാത്ത കാശ് മുഴുവൻ കൊടുത്തൊരു തൊക്കട വണ്ടി കച്ചവടാക്കിയപ്പോ ആലോചിക്കണായിരുന്നു. അതെങ്ങനാ വണ്ടി എടുക്കുന്നവരും എന്നോടൊരു വാക്ക് ചോദിക്കുക? സർക്കാരിന്റെ പാലവും മതിലും കെട്ടാനുള്ള സിമന്റ് മറച്ചു കുത്തി കിട്ടുന്ന കാശല്ലേ? മതി, പതുക്കെ പറഞ്ഞാ മതി, എനിക്കല്ലേ കേൾക്കണ്ടു. ആ കാശിന് അത്രേ വില ഉണ്ടാവും. നിന്റെ അച്ഛനെ പോലെ അമ്പല പുനരുദ്ധാരണം പറഞ്ഞ് അമ്പലം വിഴുങ്ങുന്ന ആളൊന്നല്ല ഞാൻ. ഇപ്പഴാ ഓർത്തത്. നാട്ടുകാരാ പേരങ്ങടെ ഉറപ്പിച്ചുട്ടോ. ഏത് പേര്? നിന്റെ അച്ഛന്റെ പുതിയ പേര് അമ്പലം വിഴുങ്ങി. കൊള്ളാല്ലേ? എന്റെ അച്ഛന്റെ മെക്കിട്ട് കയറണ അത്ര നല്ലതൊന്നല്ല കേട്ടാ. ആ വണ്ടി കയറി, നമുക്ക് ഓടിച്ചു നോക്കാം. അത് വേണ്ട, താൻ തന്നെ ഇങ്ങനെ ഓടിച്ചാ മതി. ആർക്കാ ചായ? എന്റെ കാറ് കുട്ടിച്ചോറാക്കി കശ്മലിനോ? ചേച്ചി ചേച്ചി. വാനിച്ചേച്ചൊരു പെങ്കൊച്ചിന്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ, എന്തായി ശ്രീധര? അവള് ഗ്രാജുവേറ്റ് ഒന്നുമല്ലെന്നേ, വെറും 10ാം ക്ലാസ്. ഗ്രാജുവേറ്റ് അങ്ങനെയൊന്നും നോക്കിയിട്ട് കാര്യമില്ല ശ്രീധര. പഠിപ്പ് ഇത്തിരി കുറഞ്ഞിരുന്നാലും സ്വഭാവം പെരുമാറ്റമൊക്കെ നന്നായിരുന്നാ മതി. ചേച്ചി എന്റെ കാര്യങ്ങളൊക്കെ അറിയാലോ. പഠിക്കാൻ പറ്റ സമയത്ത് ഞാൻ പഠിച്ചില്ല, കാറിന്റെയും ബസിന്റെയും പുറകെ പോയി. അല്ല അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഒരു തൊഴിൽ പഠിച്ചല്ലോ. ആ പഠിച്ച തൊഴിലായി ഇപ്പൊ എവിടെ കണ്ടത്? സാറും ഉണ്ടായിരിക്കുക, ഞങ്ങൾ വിവരമുള്ളവർ തമ്മിൽ സംസാരിക്കട്ടെ. എനിക്കൊരു വർക്ക്ഷോപ്പ് ഉണ്ട്, കാശുണ്ട്, അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഒരു ആഫീസിൽ കയറി ചെന്ന് 2 ഇംഗ്ലീഷ് പറയാൻ പറ്റില്ല. ഈയിടെ പാസ്പോർട്ട് ഓഫീസിലെ ഒരു ഉദ്യോഗസ്ഥൻ, മലയാളിയല്ലെന്ന് തോന്നുന്നു, ചറ പറയാൻ ഇംഗ്ലീഷ് കുറെ ചോദ്യങ്ങൾ. സ്ത്രീകളൊക്കെ നോക്കിയിരിക്കുക. എനിക്കൊന്നും മനസ്സിലാവില്ല, അങ്ങോട്ടൊന്നും പറയാനും പറ്റില്ല, ആകെ നാറിപ്പോയി. അപ്പൊ എന്റെ ഗതി എന്റെ പിള്ളേർക്ക് ഉണ്ടാവാൻ പാടില്ല. അമ്മ ഗ്രാജുവേറ്റ് ആകുമ്പോൾ മക്കള് താനെ ഇംഗ്ലീഷ് പഠിച്ചോളൂ. അപ്പോ ജനിക്കാൻ പോണ കുട്ടികളെ ഇംഗ്ലീഷ് പഠിപ്പിക്കാനാ താൻ ഗ്രാജുവേറ്റിനെ കിട്ടുന്നത്? അതിന് ശമ്പളം കൊടുത്തൊരു ടീച്ചർ നടത്തിയാ പോരെ? പോരാ, വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് അതിന്റെ വില ശരിക്കും അറിയൂ. എന്റെ ഒരു നിർബന്ധമാണ് കുട്ടികളൂ. ഇപ്പൊ ഞാനൊരു ഗ്രാജുവേറ്റിന് ആഗ്രഹിക്കുന്നതിൽ എന്താ ഒരു തെറ്റ്? കുടുംബ മഹിമയുണ്ട്, പിന്നെ എനിക്ക് ആവശ്യത്തിന് സൗന്ദര്യമുണ്ട്, അല്ലേ ചേച്ചി? പിന്നില്ലേ, വെറുതെ യൗവനം കളയണ്ട ശ്രീധര. യൗവനം പോയിക്കോട്ടെ, പക്ഷെ ഞാനിതുവരെ ഒരു ചീത്തപ്പേരുണ്ടാക്കിയിട്ടില്ലല്ലോ, ഉണ്ടോ? അതില്ല. അല്ല, ഞാനൊന്നും ചോദിക്കട്ടെ, ഒരു ചെറുപ്പക്കാരന്റെ ആശയും ആഗ്രഹമൊക്കെ എങ്ങനെ ഒതുക്കണു? സംയമനം. എന്താ? ആത്മസംയമനം എന്ന് പറയും. വണ്ടി ഞാൻ കൊണ്ടുപോവാ, വൈകുന്നേരം കൊണ്ടുപോവാ. വണ്ടി പൊളിക്കരുത് കേട്ടാ. ലതെന്ന് 5 മിനിറ്റ് നേരത്തെയാ. ഇങ്ങനെ സമയം തെറ്റിച്ച ഞാൻ കുഴയും. ആരെങ്കിലും കാണും. ഞാനേ കുറച്ച് മുന്നിൽ പോകാം, എന്നിട്ട് ആ പോസ്റ്റിനടുത്ത് ലെറ്റർ ഇടാം. ലതെടുത്താ മതി. അയ്യോ വേണ്ട. ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെയാ? രാത്രി മുഴുവൻ ഓർക്കൊളിച്ച് എഴുതിയ കത്താ. ആരെങ്കിലും കാണുന്നെങ്കിൽ അങ്ങോട്ട് കാണട്ടെ. റോട്ടിൽ നോക്കോരോന്ന് വെറുക്കി കൂട്ടുന്നേ. താനേട്ടാ കിട്ടാ? നാരായണേട്ടൻ ദുബായിലേക്ക് ഡെയിലി കാലത്ത് അങ്ങോട്ടല്ലേ പോകല്. ഇന്ന് ഞാൻ പോട്ടെ. അല്ല, ഞാൻ ശരിക്കും അന്വേഷിച്ചു. ജഡ്ജസ് ആയിട്ട് 4 പേരെയാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. ശങ്കരൻ ഭാഗവതര്, റിട്ടയർഡ് AEO KN കുറുപ്പ്. ബാക്കി 2 ആളെ പിടിയില്ല. കുഴപ്പമില്ല, ഈ 2 ആളെ വീഴ്ത്താനുള്ള വഴി എന്താണെന്ന് ആലോചിക്കും. ഒരു ദിവസം കിട്ടട്ടെ. കുട്ടി നന്നായിട്ട് പാടുന്നുണ്ട്, സമ്മാനം കിട്ടാൻ സാധ്യതയുണ്ട്. ഈ വളഞ്ഞ വഴി വേണോ? വേണം. ഇതാണ് നേരെയുള്ള വഴി ഇപ്പോഴത്തെ കാലത്ത്. മാഷ്, ആ ശങ്കരൻ ഭാഗവതരുടെയും കുറുപ്പിന്റെയും ദൗർബല്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞു വരിക. കാശാണെങ്കിൽ കാശ്, കുപ്പിയെങ്കിൽ കുപ്പി. എന്നാ പിന്നെ വേഗം ചെല്ലു. നീ 10 ദിവസമല്ലേ. എന്നാ നാളെ കാണാം. കാണാനല്ല, കാര്യം നടത്തലാണ് പ്രശ്നം. അച്ഛനുണ്ടോടി അകത്ത്? വന്നിട്ടില്ല. അപ്പൊ പിന്നെ കുഴപ്പമില്ല, വാ. ശരി, അവിടെ നിന്നേ. ഇവരൊക്കെ ഓഡിയൻസ് ആയിട്ട് വന്നതാ. സഭാകമ്പം മാറിയാലേ ശരിക്കും പാടാൻ നോക്കൂ. ആ യൂത്ത് ഫെസ്റ്റിന് പാടാനുള്ള പാട്ടൊന്ന് പഠിക്കേ. അയ്യോ, അത് ഞാൻ പാറി. കാശ് എത്ര ചെലവാക്കാന്നറിയോ? പിന്നെ പാടിയ പോരെ? പോരാ, ഞാൻ പറഞ്ഞില്ലേ സഭാകമ്പം മാറിയിട്ടില്ല. പാടിയേ. പാടിക്ക കുട്ടി, ഞങ്ങളൊക്കെ ഇല്ല ഇവിടെ. എന്തിന് കൂടെ പാടാനോ? നീ ഇപ്പൊ സ്റ്റേജിലാ,
ഞങ്ങളൊക്കെ ഓഡിയൻസും. തുടങ്ങിയോ? എന്തായാലും പാടാതെ വിടുന്ന പ്രശ്നമില്ല. അപ്പൊ പിന്നെ എത്രയും വേഗം പാടുന്നത് നല്ലത്. വലിയേട്ടനില്ല, വർക്ക്ഷോപ്പിൽ പോയി. അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ വെച്ച് റിപ്പയർ ഒന്നും ചെയ്യാറില്ല. ചെക്കൻ കയറി തടി വെച്ചത് കണ്ടില്ലേ? രാജുവാണല്ലേ? അതെ. നമ്മൾ കാണുമ്പോ ഒരു പൊടിക്കുപ്പിയുടെ എത്രേ ഉണ്ടായിരുന്നുള്ളൂ. നിന്നിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞില്ലേ? നിന്നിട്ട് കാര്യമില്ലെങ്കിൽ ഞങ്ങൾ അല്പം ഇരിക്കാം. ഇരിക്കണ്ട, ഞാൻ ഒരു കിടക്ക കൊണ്ടുവരാം. അല്പം കിടക്കാം. ആ എന്നാ കിടക്കൊണ്ടുവാ, കിടക്കൊണ്ടുവരാ. എന്തോ നാടായത്? അല്ല, ഇത് ആരൊക്കെയത്? രാമേന്ദ്ര, ഒരാഴ്ചയായി കാക്ക വിരുന്ന് വിളിക്കാൻ തുടങ്ങിയിട്ട്. പക്ഷെ നിങ്ങൾ എല്ലാരും കൂടെ ഒന്നിച്ചു വരുന്നത് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ശാരദ കയറി വാ. അയ്യോ, ഇത് എന്റെ അശ്വതി മോളല്ലേ? മോക്ക് ഓർമ്മയുണ്ടോ എന്നെ? അതെ, ചേച്ചിയുടെ ഇളയത്ത് വലിയ മോശമില്ല കേട്ടോ. എന്തുണ്ടായി? അല്ല ഒന്നുമില്ല. അവൻ മഹാ താന്തോന്നിയാ. നീ എന്ത് പണിയാണ് ഒപ്പിച്ചത്? ഇത് ആരൊക്കെയാണെന്ന് മനസ്സിലായോ? നിന്റെ കുഞ്ഞമ്മാവൻ, അമേരിക്കയിലെ രാമേന്ദ്രൻ. ലതേ, നീ ലതേ, ആ നീ വാ. ദേ, നിന്റെ കുഞ്ഞമ്മാവൻ വന്നിരിക്കുന്നു. എന്ത് മനുഷ്യനാണോ താൻ? ഞങ്ങളൊക്കെ ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ടെങ്കിലും ഒന്ന് ഇവിടം വരെ വന്നിട്ട് പോകരുതോ? എന്റെ മേൽവിലാസം ഉണ്ടായിരുന്നല്ലോ. കുമാരേട്ടൊരു കത്തയക്കാൻ പാടില്ലേ? അതീ പറഞ്ഞ പോലെ ഞാനിപ്പോ ഈ ക്ഷേത്ര കമ്മിറ്റിയുടെ പ്രസിഡന്റാ. നിന്ന് തിരിയാൻ സമയമില്ല. അതുള്ളതാ. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റിന് അമേരിക്കൻ പ്രസിഡന്റിനേക്കാൾ തിരക്കാം. ആ, നീ ചായക്ക് വെള്ളം വെക്ക്. ശാരദ ഇരിക്ക്. അശ്വതി ഇപ്പോഴും ഊട്ടി തന്നെയാണോ പഠിക്കുന്നത്? അവൾ ഊട്ടിയിൽ നിന്നൊക്കെ വിട്ടു. കുറച്ചു നാളായിട്ട് അവൾ ഇവിടെ അടുത്തുള്ള കോളേജിൽ തന്നെ ഉണ്ട്. ഇവിടെ അടുത്തോ? ആ, ഇവിടെ അടുത്തുള്ള ക്രിസ്ത്യൻ കോളേജ് ഇല്ലേ, അവിടെ. ഞങ്ങൾ എപ്പോഴും അവൾക്ക് കത്ത് എഴുതാറുണ്ട്, ചേച്ചി ഒന്ന് കാണാൻ. എന്ത് കാര്യം, അനുസരിക്കണ്ടേ? എന്തൊരു കഥയാ ഈശ്വര ഇതൊക്കെ. ആ, അവളെ കുറ്റം പറഞ്ഞിട്ടെന്താ? നിങ്ങൾ രണ്ടാളും നാട്ടിൽ വരുമ്പോഴൊന്നും ഇവിടെ വരാറില്ലല്ലോ. 9 കൊല്ലത്തിനിടയില് ആകെ 3 തവണയാ വന്നത്. അശ്വതി ഊട്ടിയിലായിരുന്നതുകൊണ്ട് ഞങ്ങൾ അവിടെ ഏതെങ്കിലും ഹോട്ടലിൽ മുറിയെടുത്ത് താമസിക്കുക പതിവ്. ആകെ 10-15 ദിവസം ഉണ്ടാവുക. അശ്വതി ഇപ്പോ ഏത് ക്ലാസ്സിലാ? BSc ഫസ്റ്റ് ഇയർ. എന്താ അവൾക്ക് ഒരു മനുഷ്യ പറ്റില്ലാത്ത? അങ്ങനെ അവളുടെ പ്രകൃതം. ലതേ, ഒരു പ്രായം കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളെ അമേരിക്കയിൽ നിർത്താൻ കൊള്ളില്ല, പ്രത്യേകിച്ചും പെൺകുട്ടികളെ. നമ്മളൊക്കെ വളർന്ന ചുറ്റുപാടും ഒന്ന് വേറെയാണല്ലോ. ഇല്ല, ഇനി അധികമില്ല. 1-2 കൊല്ലത്തിനകം ഞങ്ങൾ അവിടം വിട്ട് പോരുക. തറവാട് നാഥനില്ലാതെ കിടക്കുകയല്ലേ. ഒക്കെ ഒന്ന് ശരിയാക്കി ബാക്കിയുള്ള കാലം സ്വസ്ഥമായി കഴിയണമെന്നുണ്ട്. സത്യം പറഞ്ഞാൽ എന്റെയും ആഗ്രഹം അതാ രാമേന്ദ്ര. പക്ഷെ കമ്മിറ്റിക്കാർ സമ്മതിക്കണ്ടേ? ഞാനില്ലാതെ ഒരു തീരുമാനം അവരെടുക്കില്ല. ഇപ്പൊ തന്നെ തെക്കേനട മാറ്റിക്കെട്ടാനുള്ള ശ്രമദാനം നടക്കുക. ദൈവത്തിന്റെ കാര്യമല്ലേ രാമേന്ദ്ര, ഒഴിഞ്ഞു മാറുന്നത് ശരിയാണോ? അതെ അതെ. 1927 കേട്ടോ, 27 മഹാത്മാഗാന്ധി ചോറ്റാനിക്ക് വന്നപ്പോ പറഞ്ഞ എന്താണെന്നറിയാമോ? എനിക്കൊന്ന് കുളിച്ചാൽ കൊള്ളാവുന്നുണ്ട്. അതല്ല, ഞാൻ പറയാം. വക്കീൽ സത്യാഗ്രഹത്തിന് വക്കത്ത് വന്നപ്പോ പറഞ്ഞതല്ല. ശരീരം മുഴുവൻ വേർപ്പാ. എന്നാ പോയി കുളിച്ചിട്ട് വരൂ. ആ പറയേ പറയേ. അതുകൊണ്ട് ഫിലിപ്പ് സാറിന്റെ മോളാണോ? ഫിലിപ്പ് സാർ ഒരു 74 മോഡൽ അംബാസിഡർ വാങ്ങാൻ പോണ കാര്യം എന്നോട് പറഞ്ഞിരുന്നു. സാറകത്തുണ്ടോ? എനിക്കറിയില്ല. അപ്പൊ പിന്നെ അല്ല, എനിക്ക് മനസ്സിലായില്ല. എനിക്ക് മനസ്സിലായി. അതിലത്ഭുതമില്ല. ഞാൻ അഭിനയിച്ച ഏതെങ്കിലും നാടകം കണ്ടാണോ അല്ലേ? ഞങ്ങളുടെ ക്ലബിന്റെ മഴക്കാലമേഘം എന്ന് പറഞ്ഞ നാടകത്തിൽ ഞാനായിരുന്നു ജോണിക്കുട്ടി. പക്ഷെ അന്ന് എനിക്ക് താടി ഉണ്ടായിരുന്നല്ലോ. അപ്പൊ കുട്ടി ഫിലിപ്പ് സാറിന്റെ മോള് തന്നെയല്ലേ? സാറവിടെ? ആ ശ്രീധര. അല്ല, ഇതാര് കുഞ്ഞമ്മാവനോ? ഇത് എപ്പോഴാ വന്നേ? അതൊക്കെ വന്നടൂ. ഇതാരാണെന്ന് മനസ്സിലായോ നിനക്ക്? അശ്വതി അല്ലേ? ഈശ്വര, എന്തൊക്കെ വിദ്യുതരാണ് ഞാൻ വിളിച്ചു പറഞ്ഞേ. അശ്വതി എനിക്ക് തീരെ മനസ്സിലായില്ല കേട്ടോ. അമ്മ വന്നില്ലേ? എല്ലാരും ഉണ്ട്. എന്താ അശ്വതി മറന്നോ? ഞാൻ നിന്റെ ശ്രീധരേട്ടനാ. അറിയാം. എന്നിട്ട് മനസ്സിലാത്തോട്ട് നിൽക്ക. വളർന്ന വലിയ ആളായെന്നൊന്നും ഞാൻ നോക്കൂല, അങ്ങനെ കിഴിക്കാൻ പറ്റും. ആ, ചായ എടുത്ത് വെച്ചിട്ടുണ്ട്.
രാമേന്ദ്ര ഇവക്ക് എന്ത് പറ്റി കുഞ്ഞമ്മ? അമ്മയെ കണ്ടിട്ട് ഒരുപാട് നാളായില്ലേ, പരിചയക്കുറവുണ്ടാ. പിന്നെ കുട്ടിയൊന്നും അല്ലല്ലോ, പഴയതുപോലെ സംസാരിക്കുന്ന പ്രകൃതമൊക്കെ അങ്ങ് മാറിപ്പോയി. വാ കാപ്പിടിക്കാം.